അരക്കപ്പ് റവയും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ നല്ല പഞ്ഞി പോലെ സിമ്പിൾ ആയിട്ടുള്ള കേക്കാട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതും ഓവനോ ബീറ്ററോ മൈദയോ മുട്ടയോ തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും സിമ്പിളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വൈകുന്നേരത്ത് നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. രണ്ടും കൂടി ഇതേപോലെ ഫൈനായിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ റവയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഇതേപോലെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കവർ പാല് തന്നെയാണ്, തിളപ്പിച്ചു തോന്നുന്നില്ല കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ പാല് ചേർത്ത് മിക്സ് ആക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നും. പക്ഷെ റവ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്നുകൂടി കുതിർന്ന് വരാനായിട്ടും കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് ശരിക്കും സെറ്റായിട്ട് വന്നോളൂ. ഇതേപോലെ മിക്സ് ആക്കി എടുത്തത് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം തന്നെ കട്ടിയായിട്ട് വന്നോളൂ കേട്ടോ. നല്ല കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ആ ഒരു റവയുടെ വ്യത്യാസം അനുസരിച്ചിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നുകൂടെ അരിച്ചും കൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സും റവയുടെ മിക്സും ആയിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിന്റെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ട് ആണെന്നുണ്ടെങ്കിലും പൊടിയായിട്ട് കട്ട് ചെയ്ത് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി കൊണ്ടുവന്നതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മൈദയും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്കിന്റെ മിക്സിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 തുള്ളി മാത്രം യെല്ലോ ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കേക്കിന്റെ മിക്സിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാലോ, ഒരുപാട് ലൂസും ഇല്ല, നല്ല കട്ടിയല്ലാതെ പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല ലൂസായി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. അല്ല നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുത്താലും മതി. നമ്മൾ എടുക്കുന്ന ആ ഒരു റവയുടെ വ്യത്യാസം അനുസരിച്ചിരിക്കും കേട്ടോ. അതൊന്ന് നോക്കി മാത്രം ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ എല്ലാ കുഴിയിലേക്കും ഇതേപോലെ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ മിക്സ് ഇതേപോലെ ഓരോ കുഴിയുടെ 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിറച്ചൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഇതേപോലെ 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി മേളിലേക്കിടെ ഒന്നും കൂടെ വിതറി കൊടുത്ത് നേരെ നമുക്ക് അടുപ്പത്തേക്ക് കയറ്റി റെഡിയാക്കി എടുക്കാം. അപ്പം നേരിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കേണ്ട, മറിച്ച് ഒരു അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതേപോലെ എല്ലാത്തിൻ്റെ മേളിലേക്കിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുക. ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചുകൊണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല പഞ്ഞി പോലുള്ള കേക്കാട്ടോ. ഇതേപോലെ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ വിട്ടു വന്നോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടതാ ഒരു പ്ലേറ്റ് നിറയെ നല്ല കുഞ്ഞു കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ ട്യൂട്ടി ഫ്രൂട്ടി കഴിക്കാൻ കിട്ടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് വേണ്ടി ചേരുമ്പോൾ അടിപൊളിയാണ്. കുഞ്ഞ് നമ്മുടെ കപ്പ് കേക്കൊക്കെ പോലെ റെഡിയായി വന്നിട്ടുണ്ട്. അടിവാക്കിയാണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. കൂടെ തന്നെ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.